please let me talk. Okay, I'm gonna start off by repeating what our captain said after we won the trophy. It's no more Isala Cup Namde, it's Isala Cup Namdu. നമ്മൾ ഈ പൊതുവെയുള്ള ചില ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ മെസ്സി വേൾഡ് കപ്പ് അടിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ സച്ചിൻ 2011 വേൾഡ് കപ്പ്. അങ്ങനെ അവരൊക്കെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ അവർക്കൊരു പൂർണ്ണത വരണമെങ്കിൽ ഇതുപോലെ പല കാര്യങ്ങളും കിട്ടിയേ മതിയാവും. നമ്മൾ ഈ ലോകം മൊത്തം ആഗ്രഹിക്കുമെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് കോഹ്ലിക്ക് ഒരു IPL ട്രോഫി കിട്ടുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കില്ലും ഒന്നും നമുക്ക് അദ്ദേഹം ഒരു IPL ട്രോഫി വെച്ച് വിലയിരുത്താൻ പറ്റുന്നതല്ല. പക്ഷേ അദ്ദേഹത്തിന് ഹി ഡിസേർവ്സ് വൺ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ആ ഒരു 18 വർഷത്തെ കാത്തിരിപ്പിന് ഹി ഡിസേർവ്സ് IPL ട്രോഫി. അത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, കോഹ്ലിനെ ഇഷ്ടമാണ്. പക്ഷേ ഈ ലോലിപോപ്പ് ഫാൻസ് ഉണ്ടല്ലോ, ലൈക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വന്നു പോകുന്നതാണ്. കാരണം ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം, അതായത് ഇവരുടെ ഈ ഒരു IPL ട്രോഫി കിട്ടിയല്ലോ, അതിനുശേഷം ഒരു സെലിബ്രേഷൻ നടത്താൻ വേണ്ടി ചിന്നസ്വാമിയിൽ കൂടുകയാണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 36,000 നിങ്ങളത് കേൾക്കണം, 36,000. ആ സെലിബ്രേഷൻ വന്നത് 4 ലക്ഷത്തോളം ആളുകളാണ്. അപ്പോൾ 4 ലക്ഷത്തോളം ആളുകളെ ആ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്നാലും അവിടുത്തെ ക്രൗഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആൻഡ് അതെല്ലാം പോട്ടെ, 11 പേരാണ് മരിച്ചിരിക്കുന്നത് ഈ ഒരു സെലിബ്രേഷൻ്റെ ഇടയിൽ. ലൈക്ക് ഒരു ട്രോഫി ഒബ്വിയസ്ലി ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പിന് ഒരു വിരാമം ഇടുമ്പോൾ എല്ലാവരുടെ ഇടയിൽ ഒരു വലിയൊരു ആഹ്ലാദം വരും. പക്ഷേ അതൊരു മനുഷ്യജീവൻ്റെ അത്രയും വരരുത്. ടു ബി ഹോണസ്റ്റ് പറയുകയാണെങ്കിൽ, എന്തായാലും ഇങ്ങനെയാണ് ആ സംഭവ വികാസങ്ങൾ നടന്നിരിക്കുന്നത്. നമ്മൾ പറയത്തില്ലേ, ഇപ്പോൾ ഞാൻ മെസ്സിയുടെ ഉദാഹരണം അതുകൊണ്ടാണ് പറയുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട് മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടണം. ആൻഡ് അത് നടന്നു. ലൈക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ RCBയുടെ കാര്യം പറയുകയാണെങ്കിൽ 2016 അവർ പുറത്തായി. പിന്നീട് പണ്ടത്തെയാണെന്ന് തോന്നുന്നു ആ ഒരു ടൈമിൽ, ഞാനത് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ 2016 IPL ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് RCBയും SRH ഉള്ള മാച്ച്. ആൻഡ് അന്നത്തെ കോഹ്ലിയുടെ ഒരു പ്രൈം കോഹ്ലിയാണ്. അന്നത്തെ കോഹ്ലി എന്ന് പറഞ്ഞാൽ അടിച്ച് തൊലച്ച് കളയും, ആ ഒരു രീതിയിലുള്ള കോഹ്ലിയാണ്. ആൻഡ് ആ ഒരു ലെവലിൽ അന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അന്ന് ഗെയിലും ഡിവില്ലിയേഴ്സും ആ ഒരു സ്ക്വാഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ടു ബി ഓണസ്റ്റ്, ഞാൻ ഒരു CSK ഫാനാണ്. സ്റ്റിൽ ഞാൻ പറയുന്നത്, ലൈക്ക് ഒരു കപ്പ് കോഹ്ലിക്ക് വേണം എന്നൊരു ഉള്ളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു തവണ അദ്ദേഹം ഒരു കപ്പ് എടുക്കണം. എന്നാൽ എടുത്തപ്പോൾ ഇത്രയും കാഷ്വാലിറ്റീസ്. ടു ബി ഹോണസ്റ്റ്, എന്തൊരു കാര്യത്തിനോടായാലും ഫാൻഷിപ്പൊക്കെ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ അത് സ്വന്തം ജീവൻ എടുത്തുകൊണ്ടാകരുത്. 11 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇത് ഇത്രയും ആളുകളുടെ ഇടയിൽ തിങ്ങി ഞെരങ്ങി ഉണ്ടായ കാര്യങ്ങളാണ്. ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് എന്താണ് ഇൻഫർമേഷൻ എന്ന് അറിഞ്ഞു തുടങ്ങി, നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. ഇതാണ് അവിടെ നടന്ന സിനാരിയോ. എത്ര പേർ മരിച്ചിട്ടുണ്ടായിരിക്കും? ഇത്രയും തിരക്കാണ്, കൺജസ്റ്റഡ് ആയിട്ടുള്ള തിരക്കുകളാണ്. സോ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഇത്രയും പേര് മരിച്ചു എന്ന് പറയുമ്പോൾ ലൈക്ക് ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. സോ പ്ലീസ് ഡോണ്ട് ബി എ ലൈക്ക് ഡംബാസ്, ലൈക്ക് അല്ലെങ്കിൽ ഒരു ട്രാഷായി മാറാതിരിക്കുക. നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ അവരൊക്കെ അച്ചീവ് ചെയ്തു, കോഹ്ലി അച്ചീവ് ചെയ്തു. ആൻഡ് അദ്ദേഹത്തിൻ്റെ IPL ട്രോഫി ഉണ്ടെന്ന് വയ്ക്കുക. ഈ മരിച്ച 11 പേർക്കും അവരുടെ ഫാമിലീസിനും അല്ലേ നഷ്ടം ഉണ്ടായിരിക്കുന്നത്? അല്ലാതെ കോഹ്ലിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? വേണമെങ്കിൽ ഒരു അനുശോചനം അറിയിക്കാം. എനിക്ക് അതിൻ്റെ ലോജിക്കാണ് മനസ്സിലാവാത്തത്. ഇപ്പോൾ ഫാൻ ഷോയ്ക്ക് ഇപ്പോൾ ആ ഒരു ടൈമിൽ കബാലി ഇറങ്ങിയ ടൈമിൽ അന്ന് ഇതുപോലെ ടിക്കറ്റ് ഇട്ടതിനെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കേട്ടിട്ടുണ്ട്. അല്ല, എന്താണ് അതിൻ്റെ ലോജിക്ക്? അത് മനസ്സിലാവുന്നില്ല. ലൈക്ക് ഇതാണോ ലൈക്ക് എന്താണ് പറയുന്നത്? സ്വന്തം ലൈഫിനെ കുറിച്ചൊരു ഇത് വേണ്ടേ? ലൈക്ക് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ എന്തൊരു കാര്യമായാലും സ്വന്തം ജീവനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക. ലൈക്ക് ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് മൈക്കൊക്കെ എടുത്ത് വെച്ച് പറയാൻ വലിയ ആളൊന്നുമല്ല, പക്ഷേ സ്റ്റിൽ പറയുന്നതാണ്. ഞാൻ ഇന്നേവരെ എനിക്കത് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഇന്നേവരെ അങ്ങനെ ആരെയും അഗാധം ലാലേട്ടൻ ഫാനാണ്, മെസ്സി ഫാനാണ്,
ആൻഡ് ധോണി ഫാനാണെങ്കിൽ ഇതൊക്കെ ഓക്കെ ഫൈൻ, നമ്മളിപ്പോൾ ഇഷ്ടപ്പെടുന്നു, ഒരാളെ ആരാധിക്കുന്ന ഒരു തെറ്റല്ല, പക്ഷെ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ മാറ്റി വെച്ചുകൊണ്ട് അതിനോട് പോവാതിരിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. സോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്? ആൻഡ് ഒബ്വിയസ്ലി ഗ്രേറ്റ് റെസ്പെക്ട് ടു വിരാട് കോഹ്ലി, അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന ഒരു കപ്പ് കിട്ടി. പക്ഷേ ഫാൻസിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ലൈക്ക് CSK ഒരു ജേഴ്സിയൊക്കെ അവർ വലിച്ചു കയറിയതും അങ്ങനെയൊക്കെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. 5 തവണയാണ് CSK കപ്പ് കിട്ടിയത്. ഇതുവരെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല അവരുടെ രീതിയിൽ, അവരുടെ ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. CSKയിൽ അവരുടെ ഇൻസ്റ്റയിൽ അവരുടെ അഡ്മിൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ്. ഇടയ്ക്ക് ഒരു തവണ പണ്ട് മുംബൈ ജയിക്കാൻ വേണ്ടി എന്തോ CSK റെഡ് ടേൺസ് ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട ടീം ആ ഒരു ലെവലിലോട്ട് പോയിട്ടുണ്ട് അവർ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ഞാൻ പറഞ്ഞതാണ് ലൈക്ക് ഓരോ ടീമിനും ഒരു ഡെക്കോറുണ്ട്. ആൻഡ് ഇങ്ങനെ ഒരു സെലിബ്രേഷനൊക്കെ നടത്തുമ്പോൾ പ്ലീസ് ഡു മെയിൻറ്റെയിൻ തരാൻ, നിങ്ങളുടെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്. ദയവ് ചെയ്ത് അത് വേറെ ആരുടെയും പണയം വയ്ക്കാതിരിക്കുക. സോ അടുത്തൊരു വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചു. ഇസ്മി ആൽവിൻ സൈനിങ് ഔട്ട്.